ഇപ്പൊ ഞങ്ങള് പ്രായമായവരുള്ളതെന്ന് ഞങ്ങളുടെ വീട്ടിലുള്ളവര് ഞങ്ങളെ സപ്പോർട്ടാണ്. മക്കളായാലും എനിക്ക് ഭർത്താവ് ഇല്ലെങ്കിൽ എന്റെ മോനായാലും അവരെ പറഞ്ഞയച്ചില്ലെങ്കിൽ അമ്മേനെ പറഞ്ഞയക്കാന്നുള്ള സപ്പോർട്ടിലാണ്. എനിക്ക് തോന്നണേ ചെറുപ്പക്കാരിനേക്കാളും നന്നായി സപ്പോർട്ടീവ് ആവുന്നത് ഏജുള്ളവരാണ്. നമസ്കാരം. കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന പരമ്പരയായ കലാവേദിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരളത്തിലെ തന്നെ പ്രശസ്തമായ ഒരു തിരുവാതിരക്കളി സംഘമായ ടീം ത്രയംബകമാണ്. കാർമേഘങ്ങളെ വെല്ലുന്ന നല്ല കാർക്കൂന്തല ബ്രഹ്മാവേ കിഴക്കും കൊല്ലം ചെങ്ങാതി കണ്ടങ്ങ് കൊതിച്ചാനല്ലോ. ത്രയംബകത്തിന്റെ ടീം ക്യാപ്റ്റനായ ശരണ്യ ജിത്തിനെ നമുക്ക് പരിചയപ്പെടാം. ശരണ്യയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ശരണ്യ, അപ്പൊ ആദ്യമായിട്ട് തിരുവാതിരക്കളിയാണോ അതോ കൈകൊട്ടിക്കളി അല്ലെങ്കിൽ വീരനാട്യമാണോ ആദ്യമായിട്ട് കളിച്ചത്? തിരുവാതിരക്കളിയാണ് ആദ്യം കളിച്ചത്. പിന്നെ എപ്പോഴാണ് വീരനാട്യത്തിലേക്ക് കൂടി തിരിയണമെന്ന് ആഗ്രഹം ഉണ്ടായത്? അമ്മയുടെ ഇഷ്ടത്തിനും പിന്നെ ഗ്രൂപ്പ് മെമ്പേഴ്സിലെ എല്ലാവരെയും താല്പര്യം കൊണ്ട് നമ്മള് തിരുവാതിരയിൽ നിന്ന് വീരനാട്യത്തിലോട്ട് പോവുകയായിരുന്നു. അമ്മയുണ്ട്, പിന്നെ ആരൊക്കെയുണ്ട് കളിക്കാനായിട്ട്? അമ്മയുണ്ട്, ചേട്ടന്റെ വൈഫുണ്ട്, പിന്നെ നമ്മുടെ വീടിന്റെ അടുത്തുള്ളവരുണ്ട്. അപ്പൊ പ്രാക്ടീസിന് എപ്പോഴാണ് സമയം കണ്ടെത്തുന്നത്? നമ്മളുടെ ഈ ഗ്രൂപ്പില് ഭൂരിഭാഗവും വർക്കിംഗ് വുമൻസ് ആണ്. അപ്പൊ നമ്മള് നൈറ്റ് 8 തൊട്ട് 10 വരെയാണ്. രാത്രി എല്ലാ ജോലിയും കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യും അല്ലെ? ഇത്തവണത്തെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ നിങ്ങളുടെ തിരുവാതിര കളിയൊക്കെ കഴിഞ്ഞു. ഇവിടെ തിരുവാതിര കളിക്കാൻ പറ്റാൻ മഹാഭാഗ്യം തന്നെയാണ് അല്ലേ? അപ്പോൾ ആദ്യമായിട്ടാണോ ഇവിടെ തിരുവാതിര കളിക്കുന്നത്? അല്ല, ഇത് നമ്മുടെ 3ാമത്തെ തവണയാണ് നമ്മൾ കളിക്കുന്നത്. നന്നായി കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശരണ്യ പഠിപ്പിച്ചു തരുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടോ? നന്നായിട്ട് പ്രോഗ്രാം ഉണ്ടോ? നന്നായിട്ട് കളിക്കാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? പഠിപ്പിച്ചു തരുന്നത് ഞങ്ങൾ നന്നായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും നല്ല ഹാപ്പിയിലാണ്. പഠിക്കാൻ സമയമൊക്കെ ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഇപ്പൊ ജോലിക്കാരുണ്ട് കുറച്ച് ആൾക്കാര്, അവരൊക്കെ 8 മണിയോട് കൂടിയൊക്കെ ജോലി കഴിഞ്ഞൊക്കെ എത്തും. പിന്നെ ഒരു 10 മണി വരെയൊക്കെ ഞങ്ങള് രാത്രി കളിക്കും. പിന്നെ വല്ല പരിപാടികൾ ഉണ്ടെങ്കിൽ ഞങ്ങള് അതിന് ഇട ദിവസങ്ങളിലും കാലത്തും ഒക്കെ ആയിട്ട് ഞങ്ങള് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ എല്ലാവരും എങ്ങനെ തൃപ്തരാണോ? പിന്നെ ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും. അതെല്ലേ, നല്ല രീതിയിൽ എന്താ പറയാ, നമ്മുടെ ടെൻഷനൊക്കെ ലഘൂകരിക്കാനൊക്കെ സാധിക്കും. അതന്നെ മെയിൻ ആയിട്ട് എല്ലാവർക്കും. അതെ, ഇപ്പൊ നമ്മള് പ്രായമായെന്ന് വെച്ചിട്ട് വീട്ടിലിരിക്കേണ്ടവരല്ല സ്ത്രീകളും അല്ലെ. നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് അല്ലെ പെർഫോം ചെയ്യുക, നമ്മുടെ ഒരു സംതൃപ്തി അല്ലെ, അതല്ലേ ഏറ്റവും പ്രധാനം. ഞങ്ങള് പ്രായമായവരുള്ളതെന്ന് ഞങ്ങളുടെ വീട്ടിലുള്ളവര് ഞങ്ങളെ സപ്പോർട്ടാണ്. മക്കളായാലും എനിക്ക് ഭർത്താവ് ഇല്ലെങ്കിൽ എന്റെ മോനായാലും അവരെ പറഞ്ഞയച്ചില്ലെങ്കിൽ അമ്മേനെ പറഞ്ഞയക്കാന്നുള്ള സപ്പോർട്ടിലാണ് അവൻ. അതുപോലെ തന്നെ എന്റെ ചേച്ചി ആയാലും എല്ലാവരും, പ്രത്യേകിച്ച് ആരില്ല, എല്ലാവർക്കും വീട്ടുകാർ നല്ല സപ്പോർട്ടാണ്. മക്കളായാലും ഭർത്താക്കന്മാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ കൊണ്ടതിയുള്ള ഭർത്താവ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന, എന്നാലും ഞങ്ങളെ കൊണ്ടുവന്നാക്കാനും കൊണ്ടുവരാനും എല്ലാ കാര്യത്തിനും അവൻ മുൻപന്തിയിലാണ്. അപ്പൊ ശരണ്യ, ഇതില് പ്രായം കുറഞ്ഞവരുണ്ട്, അതുപോലെ കുറച്ച് പ്രായം കൂടിയവരുണ്ട്. അവരെല്ലാം എങ്ങനെയാണ് ഒരേ തരത്തില് സഹകരിച്ചു പോകുന്നുണ്ടോ? നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മള് 10 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ളവരുണ്ട്. എനിക്ക് തോന്നണേ ചെറുപ്പക്കാരിനേക്കാളും നന്നായി സപ്പോർട്ടീവ് ആവുന്നത് ഏജുള്ളവരാണ്. അവര് നമ്മള് കറക്റ്റ് ടൈമിന് പഠിക്കാനും വരും. എന്നാൽ മറവിയുണ്ട്, എന്നാലും നല്ല സപ്പോർട്ടീവ് ആണ്. അവര് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെയൊക്കെ ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഈ പ്രായത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു കടമ. സന്തോഷം. അപ്പൊ ഈ ശരണ്യയുടെ വീരനാട്യത്തില് ശരണ്യനെ ഇങ്ങനെ നന്നായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പൊ ഒരു പ്രത്യേകത കളിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു കളിക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ മുന്നേ? ഡാൻസ് പഠിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ് തൊട്ട് ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ട്. ഇത്ര നേരം സംസാരിച്ചിട്ടും നിങ്ങളുടെ സ്ഥലം എവിടെയാന്ന് ചോദിക്കാൻ വിട്ടുപോയി. ഞങ്ങളുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ദേശത്ത് തളിയക്കോണം എന്ന പ്രദേശത്താണ്. അപ്പൊ നിങ്ങളുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? നമ്മുടെ സീസണൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് നമ്മള് പുതിയ പാട്ടുകളൊക്കെ വെച്ച് പഠിച്ച് നല്ല പൂർവാധീനം ശക്തിയോടെ അടുത്ത ഒരു തിരിച്ചു വരാം പ്രോഗ്രാം.
പ്രായം വെറും ഒരു നമ്പറാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ടീം ത്രയംബകം. അപ്പോൾ കലാവേദിയിലൂടെ അടുത്തൊരു ടീമുമായി നമുക്ക് വീണ്ടും പരിചയപ്പെടാം. അതുവരേക്കും ബൈ. ആലുണ്ടിലയുണ്ടിലഞ്ഞിയുണ്ട്